ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നാം ഗിരിപ്രഭാഷണത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നുള്ളതായ ചിന്താവിഷയമായിരുന്നുവല്ലോ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങളാണ് നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു കാര്യം കൂടി ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ടായി. 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ആ തലമുറയ്ക്കുണ്ടായിരുന്നത് നാം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിച്ചിട്ട് ശേഷം ചില വാക്കുകൾ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിങ്ങളുടെ പിൽക്കാലങ്ങളെ ഞാൻ വന്നത്. അപ്പോൾ അവിടെ വ്യാപകമായിട്ട് ആ തലമുറയിൽ ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ കർത്താവ് തന്നെ വ്യക്തമാക്കുകയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പം ദൈവം കൊടുത്തതായ പ്രമാണത്തെ നീക്കേണ്ടതിനല്ല കർത്താവ് വന്നത് എന്നുള്ളതായ സത്യം ഈ വാക്യത്തിൽ ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നതുപോലെ എഴുതി കിട്ടിയിട്ടുള്ളതായ പ്രമാണം അഴിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത് എന്നും ആചരിച്ച് പഠിപ്പിക്കണം എന്നുമുള്ളതായ സത്യം എത്രയോ വ്യക്തമായിട്ടാണ് കർത്താവ് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ധാരണ അന്നത്തെ തലമുറയ്ക്കുണ്ടാകുവാൻ ഇടയായിട്ട് തീർന്നത്? ഒരു ഉദാഹരണം അതിനോർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ശബത്ത് ലംഘനം ആരോപിച്ച് കർത്താവിനെ പലപ്പോഴും പരീശന്മാർ കുറ്റപ്പെടുത്തുമായിരുന്നു എന്നുള്ളത് നാം സുവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു സത്യമാണ്. പല സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരെ കതിർ പറിച്ച് തിന്നതിന് കുറ്റപ്പെടുത്തിയതായ കാര്യം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ധാരാളം സന്ദർഭങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വാചകം ഒന്ന് വിശദീകരിക്കാനായിട്ട് അതിലൊരു സന്ദർഭം ഒന്ന് ഉദാഹരണമായിട്ട് എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതുപോലെ പല ഉദാഹരണങ്ങൾ സംഭവങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഒരു ഉദാഹരണം മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. 18 വർഷമായി കൂനിയായിരുന്നൊരു സ്ത്രീക്ക് കർത്താവ് നൽകിയ സൗഖ്യത്തിൻ്റെ ചരിത്രം നമുക്ക് ആ അധ്യായത്തിൽ വിശദമായിട്ട് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവ് ആ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തപ്പോൾ പള്ളിപ്രമാണിക്കുണ്ടായ നീരസം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കതങ്ങ് വായിച്ചു പോകാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അത്
ഇതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊണ്ട് ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വളരെ ശാന്തമായിട്ടുള്ളതായൊരു പ്രതിപാദനമായിട്ടാണ് നാം അത് കാണുന്നത്. കാരണം കർത്താവ് ഈ കൂനിയായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കൊടുത്തപ്പോൾ പള്ളിപ്രമാണിക്കത് നീരസമായി തീരുകയും കർത്താവിനോടല്ല പിന്നെ പുരുഷാരത്തോട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതായി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിനൊക്കെ ആകത്തുക എന്ന് പറയുന്നത് കർത്താവ് ശബത്ത് ലംഘിച്ചു എന്നുള്ളതായ ആരോപണമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവ് അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി ഞാനീ പറയുന്ന കാര്യത്തിൻ്റെ ഒരു വിശദീകരണമാണ്. അതിന് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം വരും എന്ന് തോന്നുന്നില്ല. അതിന് 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പള്ളിപ്രമാണിയുടെ വാക്കുകൾക്ക് കർത്താവ് വളരെ കൃത്യമായിട്ടുള്ളതായ ഉത്തരം നൽകുകയാണ്. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? അപ്പോൾ അവിടെ കർത്താവ് ഇവർ സാധാരണ ശബത്തിൽ ചെയ്യുന്നതായൊരു കാര്യം ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയാണ്. എനിക്ക് ഈ വാക്കുകൾ വായിച്ചപ്പോൾ വളരെ സന്തോഷകരമായി തോന്നിയൊരു കാര്യം, കർത്താവ് എത്ര ലളിതമായിട്ടാണ് ഇവരുടെ ആരോപണത്തിന് മറുപടി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ ആരോപണങ്ങൾക്ക് ശാന്തമായി മറുപടി പറയാൻ കഴിയുന്നത് അത് അതിൽ തന്നെ ഒരു വിജയമായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായ വളരെ മനോഹരമായിട്ടുള്ളതായ കാര്യം, വളരെ കൃത്യമായി കർത്താവ് ഇവരുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു. നമുക്കറിയാം, ദൈവം ശബത്ത് ഏർപ്പെടുത്തുമ്പോൾ അവരെ വീട്ടിലുള്ളതായ മൃഗത്തിന് വെള്ളം കൊടുക്കരുതെന്നോ ഭക്ഷണം കൊടുക്കരുതെന്നോ എന്നുള്ളതായ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം ആ ദിവസം ദൈവത്തിനും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി വേർതിരിച്ചുപയോഗിക്കണം. അത് മറ്റ് അധ്വാനങ്ങൾക്ക് പോയി ഈ കാര്യങ്ങൾക്ക് മുടക്കം വരരുത് എന്നുള്ളതായ കാര്യമാണ് ദൈവം ഈ പ്രമാണം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നത്. ശബത്ത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ആചരിക്കുന്നില്ലെങ്കിലും ശബത്ത് ഉൾക്കൊള്ളുന്നതായ ആ വലിയ പ്രമാണത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ ധാരാളം ചിന്തിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. കാരണം ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിനും കർത്താവിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി വേർതിരിക്കുക, ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ കർത്താവ് ഇവിടെ വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതായ കാര്യം, നിങ്ങളുടെ കാളയ്ക്കും കഴുതയ്ക്കുമൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരികയും അതിനെ വെള്ളം കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ സാധാരണ ചെയ്യുന്നതായൊരു കാര്യമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, സാത്താൻ 18 വർഷമായിട്ട് ഈ സ്ത്രീയെ ബന്ധിച്ച് എന്തോരം പ്രയാസത്തിലാണ് അവൾ കഴിഞ്ഞുകൂടുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഇവൾക്ക് അതിൽ നിന്നൊരു വിടുതൽ കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുകയില്ല. അവരുടെ കാളയ്ക്കും കഴുതയ്ക്കും വെള്ളം കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്നുള്ളതല്ലാതെ ഈ കാര്യം അവരെ കൊണ്ട് സാധിക്കുന്നതായ കാര്യമല്ല. എന്നാൽ കർത്താവിനത് സാധിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവൾക്ക് അവളുടെ ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആരോപണത്തിന് മറുപടി പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്.
അവർക്കത് ശരിക്കും മനസ്സിലായി. ഈ ഉത്തരം അവൻ്റെ വിരോധികളെ നാണിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളത് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ശബത്തിനോട് ബന്ധപ്പെട്ട് വേറെ ചില നിയമങ്ങളും ഒക്കെ അവർ ജനത്തോട് പറയുവാനും അങ്ങനെ ചില നിയമങ്ങൾ ഏർപ്പെടുത്തുവാനുമൊക്കെ ഇടയായിട്ട് തീർന്നിരുന്നു. ആ നിയമങ്ങൾക്ക് ദൈവത്തിൻ്റെ സാധുത ഉണ്ടായിരുന്നതുമല്ല. അപ്പം അതുകൊണ്ട് കർത്താവ് ആ കാര്യത്തെയാണ് ലംഘിക്കാനിടയായിട്ട് തീർന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം കർത്താവ് വ്യക്തമാക്കുന്നതായ കാര്യം, ദൈവം കൊടുത്ത പ്രമാണത്തെ ലംഘിക്കാതെയാണ് കർത്താവ് വർത്തിച്ചത് എന്നുള്ളതായ കാര്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിശദീകരണത്തിലൂടെ പോകുമ്പോൾ, ഈ വാക്യത്തിലൂടെ പോകുമ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിനെ ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്, അവർക്ക് അവരുടെ കാളയുടെയും കഴുതയുടെയും കാര്യം വളരെ പ്രധാനമാണ്. അത് അവർ ശബത്ത് ദിവസത്തിലും കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് അവിടെ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ കർത്താവ് ഇവരെ ഒരർത്ഥത്തിൽ പരോക്ഷമായി കുറ്റപ്പെടുത്തുകയാണ്. കാരണം അവളെക്കുറിച്ചൊരു പേരവിടെ കർത്താവ് പറയുന്നുണ്ടല്ലോ. കൂനിയായ സ്ത്രീക്കൊരു പേര്, വേറൊരു പേരവിടെ പറയുന്നുണ്ട്. ഏത് പേരാണത്? ആ വായിച്ചുകൊടുത്തുണ്ടായിരുന്നല്ലോ. അത് ഇവളും അബ്രഹാമിൻ്റെ മകളാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ മകളായ ഇവൾ എത്രയോ വർഷങ്ങളായി മേൽപോട്ട് നോക്കുവാൻ പോലും കഴിയാതെ കൂനിയായി കഴിഞ്ഞിരുന്നു എന്നുള്ളതായ കാര്യം നാം ഇവിടെ കാണുകയാണ്. ഇതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിശാച് ചില ആളുകളെ ബാധിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അവർക്ക് എപ്പോഴും കീഴോട്ട് മാത്രം നോക്കാനേ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനേ സാധിക്കുകയുള്ളൂ. അവർക്ക് സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ അവരെ അടിമപ്പെടുത്തുന്നു എന്നുള്ളതായ വലിയൊരു ആത്മീക സത്യം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസക്തമായ വേദഭാഗം ചിന്തിക്കുമ്പോഴും അത് ഓർക്കാനിടയായിട്ട് തീർന്നു. ആത്മീയമായ കണ്ണുകൾ കുരുടായിപ്പോയാൽ സ്വർഗത്തെക്കുറിച്ചുള്ള വീക്ഷണവും കാഴ്ചയും ഒക്കെ നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീരും. തൽക്കാലമുള്ള ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ എല്ലാ ശ്രദ്ധയും ചെലുത്തിപ്പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകിയിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ടതായൊരു പ്രബോധനം കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ എപ്പോഴും സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അന്വേഷിക്കാനും ഉദ്ദേശിക്കപ്പെട്ടവരാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ സാന്ദർഭികമായിട്ട് അത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇവിടെ മനുഷ്യർക്ക് ഇവർക്കും തന്നെ അവരുടെ കാളയുടെയും കഴുതയുടെയും കാര്യമൊക്കെ അന്വേഷിക്കാനായിട്ട് അവർ ഉത്സാഹിക്കുന്നുണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ മകളായിരിക്കുന്ന ഇവളുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാനോ അന്വേഷിക്കാനോ കഴിയാത്ത നിലയിൽ ഇവർ ആയിപ്പോയി എന്നുള്ളതായ കുറ്റപ്പെടുത്തലും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ പഴയ നിയമത്തിലൊരു രാജാവിൻ്റെ കാര്യം ഓർക്കാനിടയായി. എടുത്തു വായിക്കണമെന്ന് നിർബന്ധമില്ല. വളരെ വലിയ ക്ഷാമവും വരൾച്ചയും ഒക്കെ ദേശത്തിങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതായ സമയമാണ്. ഈ രാജാവും അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യനുമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. എന്തിനാ പുറപ്പെട്ടതെന്ന് നിങ്ങൾ ഓർക്കണ്ടോ? ആ മൃഗങ്ങൾക്കുള്ളതായ പുല്ലന്വേഷിച്ച് രാജാവും തൻ്റെ ഭൃത്യൻ, ഓബദ്യാവ് ദൈവഭക്തനാണ്, പക്ഷേ എങ്കിലും രാജാവിനോടുകൂടെ ഈ ആവശ്യത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്.
യാദൃശ്ചികമായിട്ട് ഈ ചരിത്രം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഓർത്ത ഒരു കാര്യം, ഇവിടെ രാജാവ് ഈ പുല്ലന്വേഷിച്ച് ഇറങ്ങുമ്പോൾ ആ ദേശത്ത് എത്രയോ ആളുകൾ ഈ വരൾച്ചയുടെ നടുവിൽ കഷ്ടപ്പെടാനിടയായിട്ട് തീരുന്നുണ്ട്. വരൾച്ചയുടെ വിഷമം അനുഭവിക്കുന്നൊരു പ്രസിദ്ധനായ ആളുമുണ്ട്. ആളുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഏലിയാവും വളരെ പ്രയാസത്തിലാണ്. കാരണം കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുന്നു, തനിക്ക് അവിടെ തുടരാനായിട്ട് കഴിയാതെ വരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ചരിത്രത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ചരിത്രം വളരെ പരിചയമുള്ളതാകൊണ്ട് ആ വാക്യങ്ങൾ നമ്മൾ വായിക്കണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഏലിയാവ് എവിടെയാണെന്നുള്ളതോ അവൻ്റെ കാര്യങ്ങളോ ഒന്നും രാജാവിന് ശ്രദ്ധയില്ല. പിന്നെയോ തൻ്റെ മൃഗത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ളതായ ആഗ്രഹത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു വലിയൊരു പ്രമാണം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. നമുക്ക് പലപ്പോഴും എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതായ കാര്യം അറിയാതെ പോകാനോ അങ്ങനെ നമ്മുടെ സമയവും സാധ്യതകളും ചെലവിടാനുമുള്ളതായ വലിയ അപകടകരമായ സാധ്യതയുണ്ട്. അത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകൾ അത് വളരെ പ്രകടമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രാജാവിൻ്റെ ചരിത്രത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഞാനവിടെ ഇന്ന് പകൽ ഉൾക്കൊണ്ടതായ ഒരാശ്വാസവും പ്രചോദനവും ഒന്ന് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുക. ആഹാബിന് പ്രവാചകനെ അന്വേഷിക്കാനായിട്ടുള്ളതായ സാവകാശമില്ല, അതിനുള്ളതായ വെളിച്ചവുമില്ല. എന്നാൽ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുമ്പോൾ ദൈവം തൻ്റെ ദാസനെ എത്രയോ അതിശയകരമായി കരുതുന്നു എന്നുള്ളത് നമുക്ക് ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിൽ ഒത്തിരി പ്രാധാന്യമില്ലെങ്കിലും എന്നെ ഇന്ന് പകരം ഒത്തിരി ധൈര്യപ്പെടുത്തിയൊരു വാക്യമായതുകൊണ്ട് ആ വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ഞാനതിൻ്റെ ഒത്തിരി വിശദീകരണം പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 17-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നതെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരെഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഏലിയാവിൻ്റെ ദൈവം എത്രയോ കൃത്യമായ നിലയിൽ തൻ്റെ ദാസൻ്റെ ഇല്ലായ്മ അറിഞ്ഞ് തന്നെ കരുതുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ വാക്യത്തിലൂടെ യാദൃച്ഛ്യമായി പോയപ്പോൾ എനിക്ക് വളരെ പ്രചോദനമായി തീർന്ന വാക്യമായതുകൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ എന്ന് പറഞ്ഞാൽ, താൻ വളരെ പ്രയാസത്തിലൂടെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തതായ പ്രയാസത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഒരുപക്ഷെ രാജാവിനത് കാണാനോ അതിൽ ഒന്നും ചെയ്യാനോ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലും ഏലിയാവിൻ്റെ ദൈവം തന്നെ എത്ര അസാധാരണമായി കരുതി എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയാണ്. ഏലിയാവിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ ലോകത്തിൽ വലിയ വലിയ ആളുകൾക്ക് നമ്മെ ശ്രദ്ധിക്കാനോ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ കഴിയാതിരിക്കുന്നു എന്ന് തോന്നുന്നതായ സാഹചര്യത്തിലും നമ്മുടെ ദൈവം നമ്മുടെ പ്രത്യേകമായ സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മെ കരുതും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് വളരെ അറിയാവുന്നൊരു വാക്യം ഞാൻ ചേർത്ത് പറയട്ടെ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാടം അറിയാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ കരുതുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ പുലർത്തുവാൻ ഒരുപക്ഷെ ലോകത്തിൽ പലർക്കും കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമാണ്. ഈ വിധവയുടെ കാര്യം കർത്താവ് എടുത്തു പറയുന്നുണ്ട്. അത് യഹൂദന്മാരെ ചൊടിപ്പിച്ചതായൊരു കാര്യവുമായിരുന്നു. കാരണം
ഇങ്ങനെയൊരു സാഹചര്യം തൻ്റെ ദാസനുണ്ടാകുമ്പോൾ സീദോനോട് ചേർന്ന സരഫാത്തിലേക്ക്, ആ ഇസ്രയേലിൻ്റെ അതിർക്ക് അപ്പുറത്തേക്ക് തൻ്റെ ദാസനെ അയക്കുകയും അവിടെയുള്ളൊരു വിധവയാൽ പോറ്റുവാനായിട്ട് ദൈവം ക്രമീകരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. പക്ഷേ ആ കരുതലുള്ളതായ വ്യക്തത, കൃത്യത എത്രയോ മനോഹരമായിട്ട് നാം ഇവിടെ കാണുകയാണ്. അങ്ങോട്ട് പൊക്കോളാനായിട്ട് പറയുമ്പോൾ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, അവിടെയുള്ളൊരു വിധവയോട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് ചെയ്തിരിക്കുന്നു അവർ? ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ദാസൻ്റെ പ്രയാസത്തിൽ തൻ്റെ ദാസനെ കരുതേണ്ടതിനു വേണ്ടിയുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വേറിട്ടുള്ള കരുതൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ സാഹചര്യത്തെയും വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മെ സമൃദ്ധിയായി കരുതുവാൻ കഴിയുന്നവനാണ്. ഞാൻ ആ ചരിത്രത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഒത്തിരി പോകുന്നില്ല. നമുക്കറിയാം, ആ വിധവയുടെ വീട്ടിൽ ഏറിയ നാൾ ആ ദൈവദാസൻ പാർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, ഇദ്ദേഹത്തിന് അവിടെ താമസിക്കാനുള്ള ക്രമീകരണം ഒരുക്കപ്പെടുമ്പോൾ ഇവിടെയാണോ താമസിക്കാൻ ക്രമീകരണം ഉണ്ടായത് എന്ന് ആ ദൈവദാസന് പ്രയാസം ഉണ്ടായോ എന്നെനിക്കറിയാൻ പാടില്ല. ഒരു വിധവയും മകനും താമസിക്കുന്നിടത്ത് ഈ ദൈവദാസൻ താമസിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. പക്ഷേ അങ്ങനെ ആ വീട് പിന്നീട് ഒരു വലിയ പുരുഷാരം താമസിക്കുന്ന വീടായി മാറിക്കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത്, അവൾ മാത്രമല്ല, അവളുടെ വീട്ടുകാരെല്ലാവരും ആ ക്ഷാമകാലം തീരുന്നത് വരെ ഈ കുടുംബത്തിൽ നിന്നാണ് അഹോവർത്തി കഴിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരുപക്ഷേ ഈ പ്രവാചകനിലുള്ള ആത്മീയ വെളിച്ചം അങ്ങനെ അനേകർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമാറ് ആ ഏറിയ നാളത്തെ താമസം മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ സാന്ദർഭികമായിട്ട് ആ ചരിത്രത്തിൽ വന്നതുകൊണ്ട് അവിടെ നിന്നൊരു ദൂത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പരീശന്മാരും ശാസ്ത്രിമാരും അവരെ കാളുകയും കരുതുമ്പോൾ തന്നെ ഈ കൂനിയായ സ്ത്രീയുടെ പ്രശ്നം അറിയാനോ സഹായിക്കാനോ കഴിയാത്തവരായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവളുടെ പ്രശ്നം വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് അവൾക്ക് സൗഖ്യം കൊടുത്തു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ശബത്തിനെ ലംഘിക്കുകയല്ലായിരുന്നു. പിന്നെയോ ശബത്തിൽ മനുഷ്യർക്ക് ധാരാളം നന്മകൾ ചെയ്തു എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലൂടെ വേറൊരു ബൈബിൾ ക്ലാസിൻ്റെ പാഠങ്ങൾ തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോകുവാൻ ഇടയായിട്ട് തീർന്നു. അവിടെ ഒരു കുരുടന് സൗഖ്യം കൊടുത്തപ്പോഴും അവിടെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ആരോപണം, ഇവനിത് ശബത്തിൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞ് കർത്താവിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ അവർക്ക് ആർക്കും സഹായിക്കാൻ കഴിയാത്തതായ ഈ കുരുടന് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇവിടെ കർത്താവ് ദൈവം കൊടുത്ത പ്രമാണത്തെ അഴിക്കുകയല്ലായിരുന്നു, പിന്നെയോ ആ പ്രമാണത്തെ ആദരിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ് 20-ാമത്തെ വാക്യം. ആ വാക്യം നമുക്ക് മനഃപ്പാഠം അറിയാമായിരിക്കാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു പ്രബോധനമാണത്. ഓർക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം. അത് ഈ ഗിരിപ്രഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണ്,
എന്നാൽ തുടർന്നുള്ള പ്രതിപാദനത്തിൻ്റെ ഒരു താക്കോലായിട്ടാണ് 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ന്യായപ്രമാണം അനുസരിക്കുന്നു എന്ന് പൊതുവെ ആ തലമുറ വിചാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആരാണ്? ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. കാരണം അവർ പ്രമാണം അനുസരിക്കുന്നു എന്ന് ആ തലമുറ പൊതുവെ വിചാരിച്ചു കൊണ്ടിരുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി, എൻ്റെ ശിഷ്യന്മാരുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നതായിരിക്കണം എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. പിന്നെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതായ പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ചെയ്യുന്നത് ഈ ന്യായപ്രമാണത്തെ അഴിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുകയല്ല, പിന്നെയോ ആ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ഉദ്ധരിച്ചിട്ട് ആ പ്രമാണം അതിൻ്റെ കൂടുതൽ സൂക്ഷ്മതയിൽ പാലിക്കാൻ ആവശ്യമുണ്ട് എന്നുള്ളതായ വലിയ സത്യമാണ് തുടർന്നുള്ളതായ ഈ പ്രസംഗത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തെ ദുർബലപ്പെടുത്തുകയല്ലായിരുന്നു, അഴിക്കുകയല്ലായിരുന്നു, പിന്നെയോ അതിനെ കൂടുതൽ ശക്തമായിട്ട് ഉറപ്പിക്കുകയായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഈ വാക്കിൽ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ കർത്താവിന് സംശയം, അനേകർ ഈ പ്രതിപാദനത്തെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ തെറ്റിദ്ധാരണ 17-ാമത്തെ വാക്യത്തിൽ നീക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇത് ശരിക്കും ഒരാൾക്ക് മനസ്സിലായാൽ കർത്താവ് നൽകിയിരിക്കുന്ന പ്രമാണങ്ങളെ ഒട്ടുമേ അഴിക്കുവാൻ ഇടയായിട്ട് തീരാതെ അത് കൃത്യമായിട്ട് ആചരിക്കാനും പഠിപ്പിക്കാനോ ഒരു വ്യക്തി ഒരുക്കപ്പെടും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് നൽകുന്ന വിശദീകരണം ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സത്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കുവാൻ, സാക്ഷ്യം വഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മളിന്ന് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വളരെ പ്രധാനപ്പെട്ടൊരു പാഠം വിശദീകരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഇനി നമ്മൾ ഈ 5-ാം അധ്യായത്തിലൊക്കെയുള്ള ഈ പാഠങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ആ സത്യം അടിസ്ഥാനപരമായിട്ട് എപ്പോഴും ഓർത്തിരിക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. അപ്പോൾ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ആ പാഠത്തിന് ഞാനൊരു തലക്കെട്ട് പറയുകയാണ്: വിജയകരമായ സാഹോദര്യ ബന്ധം. വിജയകരമായ സാഹോദര്യ ബന്ധം. നമുക്കറിയാം, ഇവിടെ കർത്താവ് ആ സഹോദരൻ എന്നുള്ളതായ പദം പലവട്ടം ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ അത് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. വാക്യങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. 23-ാം വാക്യത്തിൽ ആ വാക്ക് 1 വട്ടം ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും സഹോദരൻ എന്ന വാക്ക് നമ്മുടെ കർത്താവ് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, സഹോദരൻ എന്ന ഈ നാമം
അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ നാമമാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ സഭയ്ക്ക് പല നാമങ്ങൾ സഭാംഗങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നമ്മൾ നേരത്തെ നടത്താനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഒത്തിരി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതിലേറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാമമാണ് സഹോദരൻ എന്ന നാമം. ഇതിന് വേറൊരു പ്രത്യേകത നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വിളിക്കാൻ തന്നിട്ടുള്ള പേരെന്താണ്? സഹോദരന്മാർ. അവിടെ ചില പേരുകളൊക്കെ വിളിക്കരുത് എന്നും പേരെടുക്കരുത്, അതൊക്കെ നമ്മൾ ഈ സീരീസിൽ തന്നെ ഓർത്തതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ലോകത്തിലാരെയും പിതാവേ എന്ന് വിളിക്കരുത് എന്നൊക്കെയുള്ളതായ വിലക്കുകൾ പറയുന്ന കൂട്ടത്തിലെയും വളരെ മനോഹരമായൊരു വാക്ക് നമ്മൾ കൂടെ കൂടെ ഓർക്കാറുണ്ട്. നമുക്കത് വേറിട്ട് ഓർക്കാനൊരു അവകാശമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. അപ്പോൾ നമുക്ക് അന്യോന്യം വിളിക്കാനായി നൽകിയിരിക്കുന്ന എത്രയോ മനോഹരമായൊരു പേരായിട്ടാണ് ഇരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരേ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവർ എന്ന അടിസ്ഥാനപരമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഒരു പേരായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉള്ളതായ വളരെ മനോഹരമായൊരു ഉത്തരവാദിത്വവും നമുക്ക് പുതിയ നിയമത്തിൽ ധാരാളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിഥി സൽക്കാരത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറയുന്നതിന് മുമ്പൊരു വാക്കുണ്ടല്ലോ, ഓർക്കുണ്ടോ? അത് സഹോദരപ്രീതി നിലനിൽക്കട്ടെ. അപ്പോൾ സഹോദരൻ എന്നുള്ളതായ ആ നാമത്തിൽ സഹോദരപ്രീതി എന്ന അനുഗ്രഹീതമായ ഉത്തരവാദിത്വം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമുക്ക് വളരെ ലളിതമായി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ കർത്താവ് ഈ പ്രസംഗത്തിൽ സാഹോദര്യ ബന്ധം എങ്ങനെ വിജയകരമായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതായ അനുഗ്രഹീതമായ വിശദീകരണമാണ് ഈ വേദഭാഗത്ത് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വേദഭാഗം സൂക്ഷ്മതയോടെ ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി വിജയകരമായ സാഹോദര്യ ബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഇതെന്തിനാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു കൽപ്പന ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്ത് പറയുന്നുണ്ട്. അത് നോക്കണ്ടേ? ആ വാക്യം നോക്കാതെ പറയാം. ഏത് കൽപ്പനയാണ്? കുല ചെയ്യരുത്. അപ്പം ന്യായപ്രമാണത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കൽപ്പന കർത്താവ് 21-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുക. ഈ സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിൽ ദൈവം എഴുതി കൊടുത്തതായ ആ കൽപ്പന എടുത്തു പറയുക. ആ കൽപ്പന കുല ചെയ്യരുത് എന്നുള്ളതാണ്. ഈ സാഹോദര്യ ബന്ധത്തിൽ ഇതിന് സാധ്യതയുണ്ടോ? ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യത്തെ സഹോദരന്മാരുടെ ചരിത്രം എന്താ പറയുന്നത്? ആകെ ലോകത്തിൽ 2 സഹോദരന്മാർ. അതിലൊരാൾ മറ്റേയാളെ കൊലപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. കയീൻ ഹാബേലിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണല്ലോ ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും വേദനയുള്ളൊരു സംഭവമായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആകെ സ്നേഹിക്കാൻ 2 സഹോദരന്മാർ, പക്ഷെ അവർക്ക് അത് സാധിക്കാതെ പോയി എന്നുള്ളത് എത്രയോ ശക്തമായിട്ടുള്ളതായൊരു സന്ദേശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പറയുകയാണ്, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രയോഗത്തിന് കുടുംബ സാഹചര്യത്തിലും പ്രാധാന്യമുണ്ട്, നമ്മുടെ ആത്മീയ കുടുംബമായിരിക്കുന്ന സഭാ സാഹചര്യത്തിലും പ്രാധാന്യമുണ്ട്.
അപ്പം അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പോകുമ്പോൾ എല്ലാം സൂക്ഷ്മമായിട്ട് ചിലപ്പോൾ വിശദീകരിച്ചു എന്ന് വരില്ല. എന്നാൽ കുടുംബത്തിലുള്ള സാഹോദര്യ ബന്ധവും സഭയിലുള്ള സാഹോദര്യ ബന്ധവും ഏറ്റവും ശരിയായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ കർത്താവ് ഈ പ്രതിപാദനത്തിൽ, ഈ പ്രസംഗത്തിൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടി നമ്മുടെ കർത്താവ് നൽകിയതായ ഈ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാനും സാക്ഷ്യം വഹിപ്പാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ സഹോദരൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ കൂടുതൽ ഓർത്തപ്പോൾ ഒരു സങ്കീർത്തനം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമെന്നാണ് എൻ്റെ വിചാരം. ഓർക്കുന്നുണ്ടോ? 131 സങ്കീർത്തനം. നമ്മൾ എത്രയോ ദീർഘമായ നാളുകൾ കൊണ്ട് 100-ലധികം ബൈബിൾ ക്ലാസ്സുകൾ എടുത്താണ് നമ്മൾ അന്ന് ആ സങ്കീർത്തനം പഠിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നത്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സിലുള്ള പലരും അന്ന് ആ ബൈബിൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ്. എങ്കിലും നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളാൻ സൗകര്യമുണ്ട്. നമ്മൾ അതിൻ്റെ പുസ്തകം പ്രിൻ്റ് ചെയ്തായിരുന്നു. അത് തീരാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് കിട്ടാത്തതുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി സൂക്ഷ്മതയോടെ വായിച്ച് പ്രയോജനപ്പെടുത്തണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഞാനിന്ന് പകൽ ഈ വാക്ക് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ സങ്കീർത്തനം എൻ്റെ മനസ്സിൽ ഓടിയെത്തുവാനിടയായിട്ട് തീർന്നു. ഒന്നാം വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ഞാൻ ഇന്ന് രാത്രി ഈ വേദഭാഗത്തെക്കുറിച്ച് പറയട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വചനം അതുപോലെ പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് വരികിൽ 133 സങ്കീർത്തനത്തിൽ സാഹോദര്യ ബന്ധത്തിൻ്റെ അനുഗ്രഹം വർണ്ണിക്കുന്നത് ഈ തലമുറയിലും നമുക്ക് പ്രായോഗികമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് വന്നുപോലുള്ള കുറവുകളെല്ലാം ഈ ദിവസങ്ങളിൽ പരിഹരിച്ച് ഏറ്റവും ശരിയായി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് ധാരാളം കൃപ നൽകട്ടെ. അതിൽ 2 വാക്കുകൾ ആ സങ്കീർത്തനത്തിൽ നിന്ന് ഞാനൊന്ന് എടുത്തു പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം എത്ര മനോഹരവും ആകുന്നു. അപ്പോൾ സാഹോദര്യബന്ധം നന്നായി സൂക്ഷിച്ചാൽ അത് വളരെ മനോഹരമായൊരു അനുഭവം ആയിരിക്കും. സങ്കീർത്തനത്തിൽ അതിൻ്റെ മനോഹാരിതയെ സങ്കീർത്തനകാരൻ വിവരിക്കുന്ന വാക്കുകൾ നമുക്കറിയാമല്ലോ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നമ്മളാരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിശുദ്ധ നാടൊക്കെ കാണാൻ പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പോകുന്ന സീസൺ അനുസരിച്ചായിരിക്കും എന്ന് കരുതുന്നു. പക്ഷേ ഞാൻ ഈ വാക്യം സങ്കീർത്തനം ഓർക്കുമ്പോഴൊക്കെ 1981 രാജസ്ഥാനിലായിരുന്ന ഒരു സുവിശേഷ പ്രവർത്തനത്തിലായിരുന്ന നാടുകളിൽ ഗംഗാനഗർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് 1 മാസം താമസിക്കാനിടയായി തീർന്നത് എപ്പോഴും ഓർക്കാറുണ്ട്. അത് ഡിസംബർ മാസമായിരുന്നു, നല്ല മഞ്ഞുള്ളതായ സമയം. അപ്പോൾ അവിടെ മഞ്ഞുതുള്ളികളൊക്കെ വീണ് ചെടികളും പരുത്തിച്ചെടികളിലും ഒക്കെ വീണ് ഇരിക്കുന്ന സമയത്ത് പ്രഭാത സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ ഈ മഞ്ഞുതുള്ളികളിൽ പതിക്കാനിടയായി തീരുമ്പോൾ ആ കാഴ്ചയുടെ മനോഹാരിത ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഈ സങ്കീർത്തനം വായിക്കുമ്പോഴൊക്കെ അത് ഓർക്കുവാൻ ഇടയായിട്ട് തീരാറുണ്ട്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് ശരിയായ സാഹോദര്യ ബന്ധം സൂക്ഷിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതൊരു വീട്ടിലായാലും സഭയിലായാലും അതെത്രയോ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. ആ മനോഹാരിത നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ മനോഹാരിതയിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ സാഹോദര്യ ബന്ധത്തിൻ്റെ മനോഹാരിത ഏറ്റവും നന്നായി വെളിപ്പെടുത്തുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
എൻ്റെ മനസ്സിൽ വന്നൊരു കുടുംബം നിങ്ങളുടെ മനസ്സിൽ വരുമെന്നൊന്നറിയാൻ. വേദവസത്തിലെ ഏറ്റവും നല്ല സാഹോദര്യ ബന്ധം സൂക്ഷിച്ച ഒരു കുടുംബത്തെ നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾ മനസ്സിൽ പരതുമായിരിക്കുമല്ലേ, കാത്തിരിക്കാനായിട്ട് സമയമില്ല. ഈ യോസേപ്പിൻ്റെ സഹോദരന്മാർ ഉൾപ്പെട്ടതായ ആ കുടുംബം സാഹോദര്യ ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ വൈരൂപ്യം വെളിപ്പെട്ട ഒരു കുടുംബമാണ്. പിന്നീട് അതിൻ്റെ മനോഹാരിതയും വെളിപ്പെട്ടതായ കുടുംബമാണ്. നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ ചരിത്രം എന്തോ ഒരു മോശമായ ചരിത്രമായിരുന്നു. ആ വാക്യങ്ങളൊന്നും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല പരിചയമുള്ളതായ വാക്യങ്ങളാണ്. ഇളയ സഹോദരനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി 20 വെള്ളിക്കാശിന് വിറ്റ് ആ പണം അവർ പോക്കറ്റിൽ ഇടുമ്പോൾ അവിടെ വെളിപ്പെട്ടതായ വൈരൂപ്യം എത്രയോ ഭയാനകമായ ഒന്നായിരുന്നു. അതിന് മുമ്പൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്കെല്ലാം കുട്ടികൾക്ക് അടക്കം അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. സാഹോദര്യ ബന്ധം ഉലഞ്ഞാൽ അതിൻ്റെ മനോഹാരിതയെല്ലാം നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതേറെ വിരൂപമായി തീരുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, സാഹോദര്യ ബന്ധം നമുക്ക് ആവോളം നന്നായി സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. പക്ഷേ ആ കുടുംബം നമുക്കൊരു വലിയ പ്രചോദനമല്ലേ? കാരണം ഇത്രയും മോശമായ ആ സാഹോദര്യ ബന്ധം എത്രയോ മനോഹരമായിട്ട് യോസേപ്പിൻ്റെ വിവേകത്തിൽ സ്വർഗീയ ജ്ഞാനത്തിൽ പണിതെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതല്ലേ ആ കുടുംബത്തിൻ്റെ ബാക്കി ചരിത്രം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. ആ മനോഹാരിത വെളിപ്പെടുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. യോസേപ്പിൻ്റെ മുമ്പിൽ ഈ സഹോദരന്മാർ എല്ലാവരും ഇരിക്കുകയാണ്. നമ്മൾ ആരാധനയോഗത്തിൽ അത് വായിക്കാറുണ്ട് പലപ്പോഴും. മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, എത്ര മനോഹരമായൊരു ചിത്രമായിട്ടാണ് അത് ഇരിക്കുന്നത്. നമുക്കറിയാം 50-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം നമ്മൾ കൂടെ വായിക്കാറുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി വായിക്കുന്നില്ല. ഇവർ ഭയപ്പെട്ട് യോസേപ്പിൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ കുറവുകളൊക്കെ ഇടയ്ക്കൊരാളെ നിർത്തി ഏറ്റുപറയുവാനൊക്കെ ഇടയായിട്ട് തീരുമ്പോൾ യോസേപ്പ് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ടല്ലോ, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും എന്ത് ചെയ്യും? പോറ്റി രക്ഷിക്കും. ലോകചരിത്രത്തിൽ ഇതുപോലെയൊരു സാഹോദര്യ ബന്ധത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട സന്ദർഭമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വലിയൊരു കൂട്ടത്തെ പോറ്റി രക്ഷിക്കുമെന്ന് യോസേപ്പ് വാക്ക് കൊടുക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, എന്തോ ഒരു തകർന്നു കിടന്നൊരു ബന്ധം, പക്ഷേ ആ ബന്ധം യോസേപ്പ് പണിതെടുത്ത് എത്ര മനോഹരമാക്കി തീർത്തു എന്നുള്ളത് നാം കാണുകയാണ്. അതിലെനിക്ക് വലിയ പ്രചോദനമുള്ളൊരു സത്യമുണ്ട്, അതൊരു മനുഷ്യൻ്റെ വിജയമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം പറയുമ്പോൾ ഓർപ്പിക്കട്ടെ, സാഹോദര്യ ബന്ധത്തിനൊക്കെ ഉലച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ തീരുമാനിച്ചാൽ ആ ബന്ധത്തെ പണിതെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായതായ സന്ദേശം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട സത്യം നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ സാഹോദര്യ ബന്ധത്തിൽ ഉലച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വരികിൽ അതെല്ലാം പരിഹരിക്കാനുള്ളതായ വലിയ പ്രചോദനം ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്കുകൾ ഞാനൊന്ന് പരാമർശിച്ചോട്ടെ. നമുക്കറിയാം അവിടെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതിൻ്റെ സൗരഭ്യം പറയുന്നുണ്ട്. ആ സൗരഭ്യം എന്തിൻ്റെ സൗരഭ്യത്തോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? അഹരോനെ അഭിഷേകം ചെയ്യുന്നത് വിശേഷ ധൈര്യത്തിൻ്റെ സൗരഭ്യത്തോടാണ് അതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് കാണാൻ നല്ലതാണെന്ന് മാത്രമല്ല, പിന്നെയോ ഒത്തൊരുമിച്ച് വസിച്ചാൽ ആ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് നിന്ന് ധാരാളം സൗരഭ്യം പുറപ്പെടുവാൻ ഇടയായിട്ട് തീരും. നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന്, നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് ആ സൗരഭ്യം പുറപ്പെടുന്നു എന്നുള്ളത്
എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഒരു റെഫറൻസ് നമുക്ക് വളരെ പരിചയമുള്ള റെഫറൻസ് ഒന്ന് കുറിച്ചിട്ടോ, വായിക്കേണ്ട ആവശ്യമില്ല. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നവോമിയും രൂത്തുമായിട്ട് സൂക്ഷിച്ച അമ്മാവിയമ്മയും മരുമകളുമായിട്ട് ഏറെ വേദനയുടെ നടുവിൽ ആ കൊച്ചു വീട്ടിൽ സൂക്ഷിച്ചതായ ബന്ധത്തിൻ്റെ സൗരഭ്യം എവിടെ എത്തിയ കാര്യമാണ് 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ സ്ഥലപ്പേര് നിങ്ങൾക്കൊന്ന് പറയാമോ? അതങ്ങ് ബെത്ലഹേമിലെത്തി. ബോവസ് പറയുകയാണ്, ഞാനതെല്ലാം കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ വീടിനകത്തുള്ളതായ സാഹോദര്യബന്ധം നന്നായി സൂക്ഷിക്കാം. സഭയ്ക്കകത്തുള്ള സാഹോദര്യബന്ധം നന്നായി സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതിൻ്റെ സൗരഭ്യം അനേകർ ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീരും. ഇവിടെയൊക്കെ നമുക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കുറവുകളെ കണ്ടെത്തി തിരുത്താനായിട്ട് സാധിക്കട്ടെ. അന്ന് നമ്മൾ ആ പഠനത്തിൽ ചിന്തിച്ചതായ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ആമുഖ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ ഈ അടുത്ത നാടുകളിലൊക്കെ മിക്കവാറും ദിവസവും ഓർക്കുകയും ആ വാക്യത്തിലെ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായൊരു വാക്യമാണ്. വാക്യം നമുക്ക് മനപ്പാടം അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് വായിച്ച് കേൾക്കാം, നമ്മുടെ ഓർമ്മയൊന്ന് പുതുക്കാം. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മനപ്പാടം നമുക്കറിയാവുന്ന വാക്യമാണ്. അറിയാൻ പാടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഈ വാക്യം ഒന്ന് മനപ്പാടം പുതുക്കിക്കൊണ്ട് വരാനായിട്ട് ഉത്സാഹിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാനവിടെ നിന്ന് എടുത്തു പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഐകമത്യം നൽകുവാൻ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില അനൈക്യതകളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ട് എന്ന് വരികിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വഴി കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ഈ കാര്യവുമായി ദൈവത്തിനടുക്കലേക്ക് വരാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ദൈവത്തിന് ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഇല്ല. പുറപ്പാട് ദിവസം 7-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ ഞാനിന്ന് ഓർത്ത് ധൈര്യപ്പെട്ട വാക്യങ്ങളാണ്. മിസ്രൈമിൽ ചില ബാധകൾ തുടങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പ് ദൈവം മോശയെയും അഹരോനെയും ധൈര്യപ്പെടുത്തുമ്പോൾ പറയുകയാണ്, അവർ എൻ്റെ കൈയുടെ ബലം കാണാനായിട്ട് പോവുകയാണ്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈ വ്യാപരിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ അതെങ്ങനെ അവിടെ വെളിപ്പെട്ടു എന്നുള്ളത് നമുക്ക് വളരെ വിശദമായി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ന് രാത്രി ഞാനൊരു ധൈര്യത്തിന് വേണ്ടി പറയട്ടെ, നമുക്ക് പരിഹാരമില്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളെയും നമ്മുടെ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചാൽ എളുപ്പം പരിഹരിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഒരു സത്യത്തോടെ ഞാൻ ആ വാക്യത്തിൽ നിന്ന് പറഞ്ഞ് ഈ ക്ലാസ് ഉപസംഹരിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ഇവർക്ക് ഐകമത്യം നൽകുവാൻ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചപ്പോൾ ഇന്നാണ് ആ വാക്യത്തിലെ ഈ സത്യം ഞാൻ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീർന്നത്. യഹോവയുടെ വചനം അനുസരിച്ച് നടക്കേണ്ടതിന് ഐകമത്യം ഉണ്ടായി. അപ്പോൾ ആ ഉണർവിൻ കാലത്ത് ഐകമത്യം ഉണ്ടായത് വേറെ കാര്യങ്ങൾക്കല്ല, പിന്നെയോ യഹോവയുടെ വചനം അനുസരിച്ച് നടക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു സത്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. നമുക്ക് ഐകമത്യം സൂക്ഷിക്കാനുള്ളതായ ദൈവിക സന്ദർശനമുണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ അരുളി ചെയ്ത വചനങ്ങൾ അനുസരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ വരും. ഈ വാക്യങ്ങളൊന്ന് വായിച്ച് അവസാനിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, എങ്കിലും സമയം തീർന്നത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക.
നിങ്ങൾ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഈ വചനങ്ങൾ അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ സഹോദര ബന്ധത്തിലെ ഐക്യത നിശ്ചയമായിട്ടും ഉറപ്പിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്കെല്ലാവർക്കും ഈ പ്രമാണങ്ങൾ അതുപോലെ അനുസരിക്കാനുള്ള തീരുമാനമെടുത്ത് പിരിയാം. നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദൈവമക്കളായ നാം തന്നെ ഐകമത്യത്തോടെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് ദൈവത്തിന് എത്രയോ മഹത്വം ലഭിക്കുവാൻ മുഖാന്തരമായിട്ട് തീരും. അപ്പം നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തിലെ കൽപ്പന പറഞ്ഞിട്ട് അതോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ അതിൽ തന്നെ എത്രയോ മഹത്തരമാണെന്നുള്ളതായ ഉന്നതമായ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വാക്യങ്ങൾ സാധിക്കുമെങ്കിൽ മനഃപ്പാഠം പഠിച്ചോളൂ. ഈ വചനങ്ങൾ പ്രായോഗികമാക്കി ജീവിക്കാനുള്ള നല്ല തീരുമാനം ഇന്ന് രാത്രി നമുക്ക് എടുക്കാം. ഈ തീരുമാനം നമ്മെ നിശ്ചയമായിട്ടും അനുഗ്രഹത്തിൻ്റെ ഉയർന്ന പദവിയിലേക്ക് തലത്തിലേക്ക് ഉയർത്താൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രായോഗികമാക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.